ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചീസൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാനിവിടെ 4 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ പീസസ് ഒന്നും ഉണ്ടാവില്ല, നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നല്ലതുപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം കൈവച്ച് തന്നെ ഒന്ന് ഉടച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 4 വറ്റൽമുളകും 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രഷ് ചെയ്ത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം പൊടികളായിട്ട് ചേർക്കാം, പക്ഷേ ഇതുപോലെ ചതച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അപ്പോൾ മല്ലിയില ഇല്ലാത്ത കാരണം കറിവേപ്പില മാത്രമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ ചതച്ച മുളകിന് അത്ര എരിവൊന്നും കാണില്ല. അപ്പോൾ ആവശ്യാനുസരണം മുളക് പൊടി ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സ്പൈസി ഒന്നും വേണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കാം. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചേർക്കാം, അതല്ലെങ്കിൽ അത് ഒഴിവാക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും രണ്ടും കൂടി ചേർത്താൽ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്താൽ നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും. പിന്നെ നല്ല പൊങ്ങി വരും, അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഒഴിവാക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കാം. അപ്പക്കര ഒരു 1/4 ടീസ്പൂണോളം ചേർക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് മൈദയാണ് ചേർക്കേണ്ടത്. 1 കപ്പ് മൈദ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ഗോതമ്പൊടി വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഗോതമ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ആദ്യം 1 കപ്പ് മുഴുവനായിട്ട് ചേർക്കണ്ട. അപ്പോൾ കുറച്ച് ഒരു പാകത്തോളം ചേർത്ത് കുഴച്ച് നോക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഗോതമ്പൊടി ആകുമ്പോൾ നമുക്ക് അത്രയും വേണ്ടി വരില്ല, അതുകൊണ്ടാണ്. മൈദയാകുമ്പോൾ നമുക്ക് 1 കപ്പ് തന്നെ വേണ്ടി വരും. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ചൊന്ന് കുഴച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഓയിലും കൂടി ചേർക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി നമുക്ക് ചേർക്കാം. അപ്പോൾ ഇങ്ങനെ ഓയിൽ ചേർത്താൽ നല്ല സോഫ്റ്റ്നെസ്സും കിട്ടും, അതുപോലെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കും. ഓയിൽ ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ല, ആ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിന് നമ്മൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്. മാക്സിമം ഒരു 5 മിനിറ്റ് മാത്രം മതിയാവും. അപ്പോൾ നമുക്കിത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ ഈ മാവ് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ഒരു കത്തി വെച്ചിട്ട് രണ്ടും 2ആയിട്ട് നമുക്ക് ഒരേ അളവിൽ തന്നെ ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് 2 ബോളാക്കി എടുക്കാം. അതിനുശേഷം ഇത് പരത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് മൈദപ്പൊടി വിതറിയതിന് ശേഷം ചപ്പാത്തിയുടെ ഷേപ്പിലേക്ക് തന്നെ പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറയ്ക്കേണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ രണ്ടും ഇതുപോലെ തന്നെ പരത്തിയെടുത്ത് വെക്കണം. അപ്പോൾ ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചീസാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ചീസിൻ്റെ സ്ലൈസസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്നെങ്കിൽ ഇതുപോലെ വെക്കാം, അതല്ലെങ്കിൽ നമുക്ക് ക്യൂബ്സായിട്ട് കിട്ടുമല്ലേ, ചീസിൻ്റെ ക്യൂബ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അതനുസരിച്ചിട്ട് വെക്കാം. അപ്പോൾ ഒരു ചീസിൻ്റെ സ്ലൈസ് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ എല്ലാ സൈഡ്സിലേക്കും നമുക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 സ്ലൈസായിട്ടും വെക്കാം കേട്ടോ. അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ചീസ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വയ്ക്കാം. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 ചീസിൻ്റെ സ്ലൈസാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മറ്റൊരു ഷീറ്റും എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷീറ്റും എടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. ഈ ഷീറ്റ് വെച്ചതിന് ശേഷം എല്ലാ സൈഡ്സും നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് സീൽ ചെയ്ത് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്.
ചീസൊന്നും പുറത്ത് കാണാത്ത വിധം നന്നായിട്ട് എല്ലാ ഭാഗവും സീൽ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ചീസൊന്നും പുറത്ത് വരില്ല. ആ വിധത്തിൽ നന്നായിട്ട് തന്നെ നമ്മളിത് സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്കൊരു കത്തി വെച്ച് കട്ട് ചെയ്യാം, അതല്ലെങ്കിൽ പിസ്സ കട്ടർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ശ്രദ്ധിക്കണം. അപ്പോൾ ആ ചീസ് വെക്കുമ്പോൾ തന്നെ നമ്മളത് നോക്കണം, നമ്മൾ എവിടെയാണ് ആ ചീസ് വെച്ചിരിക്കുന്നതെന്ന്. അതിനനുസരിച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് ഓരോന്നും നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ അകത്തായിട്ട് ആ ചീസ് ഇങ്ങനെ ഉണ്ടാവും. സൈഡ്സൊക്കെ ഒന്ന് നോക്കുക. ഒട്ടും തന്നെ പുറത്ത് കാണാത്ത വിധം നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ്. ഭാഗത്തോളം എണ്ണ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ പീസസും വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ രണ്ട് സൈഡും നല്ലതുപോലെ ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരുപാട് ഓയിലൊന്നും വേണ്ടി വരില്ല, കുറച്ച് ഓയിൽ മാത്രം മതി. അപ്പോൾ നമ്മളിത് രണ്ടും ഫ്രൈ ചെയ്തെടുത്തു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചീസൊക്കെ വെച്ച കാരണം നല്ല ടേസ്റ്റിയാണ്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ആകെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കേണ്ട പണിയേ ഉള്ളൂ, ബാക്കിയെല്ലാം പെട്ടെന്നാവും. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് മുഴുവനും ആ ചീസ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.